ഭരണസമിതി നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെടുന്ന ഈ മഹനീയ ചടങ്ങ് എന്തുകൊണ്ടും ഈ നാട്ടിൽ തന്നെ വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ശ്രീ കല്ലേരി ഊരാളിയപ്പന്റെ നാമധേയത്തിലാണ് നാം എല്ലാവരും ഈ സന്നിധിയിൽ കടന്നു വന്നിട്ടുള്ളത്. ശ്രീ കല്ലേരി ഊരാളിയപ്പൻ എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ പരിഹാരം നൽകുന്ന ഒരു അദൃശ്യ ശക്തിയാണ് ഈ കല്ലേരി മണ്ണിൽ കുടികൊള്ളുന്നത്. നാനാജാതി മതസ്ഥർ ദിനംപ്രതി ആരാധനയ്ക്കെത്തുന്ന ഈ ദേവസന്നിധി ഈ അരുവാപ്പുരം ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ പൂർവിക പിതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ള ശ്രീ കല്ലേരി ഊരാളിയപ്പനെ കുറിച്ചുള്ള ചരിത്രങ്ങളും വായ്മൊഴികളും സത്യങ്ങളുമൊക്കെ അതിന്റെ ആ തനത് പാരമ്പര്യം സംരക്ഷിച്ചുകൊണ്ട് നാം എല്ലാവരും ഊരാളിയപ്പന്റെ തിരുസന്നിധിയിൽ വരികയും നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അപ്പൂപ്പനോട് പറയുമ്പോൾ അതിനൊക്കെ അപ്പൂപ്പൻ ശാശ്വതമായ പരിഹാരം നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം, പണ്ട് ജപ്പാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരെ ഊരാളിയപ്പന്റെ തിരുസന്നിധിയിൽ ഊരാളിയപ്പന്റെ ചരിത്ര സത്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി നരവംശ ശാസ്ത്രജ്ഞർ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ശ്രീ കല്ലേരി ഊരാളിയപ്പൻ ഓടനാട് എന്റെ നാട്, കല്ലേരി എന്റെ മണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണടി നാട്ടിൽ ജനിച്ച കല്ലേരിയപ്പൻ കുടികൊണ്ടത് ഈ അരുവാപ്പുരം പ്രദേശത്താണ്. അരുവാപ്പുരം എന്ന് പറയുന്നത് കരവകുത്ത നാടാണ്. അരുവാപ്പുരം 500 കരയാണ്. ഈ 500 കരയിലാണ് അപ്പൂപ്പന്റെ ചൈതന്യം നിലനിൽക്കുന്നത്. ഇന്ന് കല്ലേരി എന്ന് പറയുന്ന ഈ പ്രദേശം ലോക പ്രശസ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൂപ്പന്റെ നാമധേയത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ശ്രീ കല്ലേരി ഊരാളിയപ്പന്റെ ശക്തി ചൈതന്യം കുടികൊള്ളുന്ന അരുവാപ്പുരം ഗ്രാമപഞ്ചായത്തിലുള്ള വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്നതിന് വേണ്ടി കാവൂർ ഭരണസമിതി തീരുമാനമെടുത്തത്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണ് നമ്മളെല്ലാവരും കേട്ട് പഴകിയ ഒരു വാചകം. അത് ഏറ്റവും ശരിയായ ഇത് തന്നെയാണ്. ഞാനും ഒരു കാറിൽ വരുന്നത് ഒരു വിദ്യാർത്ഥിയായിട്ട് പരീക്ഷ വിജയിക്കുവാൻ വേണ്ടിയാണ്. കല്ലേരി ഊരാളിയപ്പന്റെ തിരുസന്നിധിയിൽ വന്നുകൊണ്ട് പ്രാർത്ഥിച്ച് LLBക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ അഡ്മിഷൻ കിട്ടണം, കാരണം എൻട്രൻസ് ആണ്, അഡ്മിഷൻ കിട്ടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് എണ്ണയും നിധിയും കർപ്പൂരമൊക്കെ ഇവിടേക്ക് ഈ പടി ഇറങ്ങുന്നത്. അതിനുശേഷം അപ്പൂപ്പന്റെ മുന്നിൽ വരുമ്പോൾ ഓരോ പടിവഴിയായുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി നമ്മൾ ഉദ്ദേശിച്ച കോളേജിൽ കിട്ടണമെന്നുള്ള പ്രാർത്ഥനയാണ്. എൻട്രൻസിന്റെ കടമ്പ കിടക്കണം അല്ലെങ്കിൽ കിട്ടണം എന്നുള്ളതാണ്. അതിനുശേഷം വരുമ്പോൾ പിന്നീട് ഉദ്ദേശിച്ച കോളേജ് കിട്ടണം. തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ്. അടുത്തടുത്ത് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ കിട്ടണമെന്നുള്ള പ്രാർത്ഥന. അതിനുശേഷം വന്നു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഈ കോഴ്സ് പാസ്സാകണമേ എന്നുള്ള പ്രാർത്ഥന. അങ്ങനെ അവസാനം കോട്ടും ഗൗണും അപ്പൂപ്പന്റെ നടയിൽ വെച്ച് പൂജിക്കുവാൻ ഈ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണുന്ന ഒരു പ്രാർത്ഥന എന്റെ മനസ്സിൽ, എന്റെ വ്യക്തിപരമായി എനിക്ക് സമർത്ഥമായി. ഞാൻ ഇട്ടിരിക്കുന്ന വെള്ള ഉടുപ്പ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായി SSLC പാസ്സാകുമ്പോൾ എന്റെ നാട്ടുകാരെല്ലാം കൂടി എനിക്കൊരു വസ്ത്രം വാങ്ങി തന്നു. അത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. അതിട്ടുകൊണ്ടാണ് ആദ്യമായി കോളേജ് ജീവിതത്തിലേക്ക് പോകുമ്പോൾ, 12 NSS കോളേജിലേക്ക് പോകുമ്പോൾ വെള്ളം ഇട്ടുകൊണ്ടാണ് പോകുന്നത്. വളരെയധികം ആശ്ചര്യം. വിദ്യാർത്ഥികളൊക്കെ അന്ന് വളരെ മോഡേണായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത് ചെയ്യും. കാലചക്രത്തിന്റെ അകലത്തിൽ ഒരു വലിയ പൊതുപ്രവർത്തനമായി മാറുവാനെ കൊണ്ടും അവസരം നൽകി. നമുക്കെല്ലാം വളരെയധികം പ്രാർത്ഥനകളുണ്ട്. ഒട്ടനവധി പ്രാർത്ഥനകളുടെയും യാതനകളുടെയൊക്കെ പരിണത ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ തന്നെ മാതാപിതാക്കൾക്കും നമ്മൾ രക്ഷപ്പെടണമെന്ന് വലിയ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ സാർത്ഥമാകുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഇപ്പോ പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, അതുപോലെ ദേവാലയങ്ങളിൽ നിന്നൊക്കെ ഇന്ന് ഒരു പ്രത്യേക രീതിയിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് പോകുന്നുണ്ട്.
കല്ലേരി ഊരാളി അപ്പൂപ്പൻ കാവില് 2022 വർഷത്തിൽ നമ്മുടെ പ്രദേശത്ത് കല്ലേരി ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റ് കോവിഡിന്റെ ഒക്കെ ഒരു അനന്തര ഫലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ഉന്മേഷത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്തരത്തിലായി നാളുകളിൽ ഇത് കോന്നിയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള വിദ്യാർത്ഥികൾക്ക് വരും വർഷങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമകരമായ ദൌത്യം നമ്മൾ ചെയ്യും. നമ്മൾ കാണേണ്ട സ്വപ്നം നാടിനു വേണ്ടിയും നമ്മുടെ രാജ്യത്തിനു വേണ്ടിയും ആകണം എന്നാണ്. കുന്നോളം സ്വപ്നം കണ്ടാലേ എള്ളോളം കിട്ടൂ, എള്ളോളം എങ്കിലും കിട്ടൂ എന്നാണ് പഴഞ്ചൊല്ല്. സ്വപ്നം കാണണം, നാടിനെ സ്നേഹിക്കണം, നമ്മളെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നമ്മുടെ വീടിനെയും നാടിനെയും സ്നേഹിക്കുന്ന നല്ല ഉത്തമ പൗരന്മാരായി നിറഞ്ഞു ചിരിക്കാൻ കഴിയുന്ന, നല്ലത് കണ്ടാൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന നിറഞ്ഞ മനസ്സുള്ള കുട്ടികളായി വളരാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. മാതാപിതാക്കൾ സ്വപ്നം കാണുന്നുണ്ട്. എന്റെ മാതാപിതാക്കളും സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. അവരോടാണ് പറഞ്ഞിരുന്നത് എങ്ങനെയാകണമെന്ന്. ഫുൾ A+ 10ാം ക്ലാസ് പാസ്സായപ്പോ ഹ്യൂമാനിറ്റീസ് തെരഞ്ഞെടുത്തപ്പോ എന്റെ ബന്ധുക്കളും എന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ചോദിച്ചു, എന്തിനാ ഹ്യൂമാനിറ്റീസിന് വിട്ടേ? അവർക്കിഷ്ടം അതായിരുന്നു. ആ കുട്ടി ചിന്തിച്ച് എന്താകണം എന്നത് മനസ്സിൽ കൊണ്ട് നടന്ന് ആകാൻ ശ്രമിക്കുമ്പോൾ അതിന് കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ കർത്തവ്യം. അതേപോലെ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളും ഈ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തിന് നമ്മൾ അഡ്വൈസ് കൊടുക്കാം, നിർബന്ധിച്ചല്ല. നമുക്കറിയത്തില്ലെങ്കിൽ മറ്റാൾക്കാരെ, അറിവുള്ളവരെ സമീപിച്ച് എങ്ങനെയായിരിക്കണം, എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്നതിന് ഒരു ഗൈഡൻസ് കൊടുത്ത് അവരുടെ ഒപ്പം നിന്ന് അവരെ നല്ല പൗരന്മാരും നല്ല കുട്ടികളുമായി നല്ല വിദ്യാഭ്യാസം നേടുന്നതിന് എല്ലാ പിന്തുണയും കൊടുത്ത് അവരോടൊപ്പം നിൽക്കാനും നല്ല ഒരു ഭാവി സ്വപ്നം കണ്ട് അത് നേടിയെടുക്കുവാനും കല്ലേരി അപ്പൂപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് എന്നെ ഇച്ചിരി നേരത്തെ പോകാൻ അനുവദിക്കണം. എന്റെ അടുത്ത ബന്ധുവിന്റെ മകളുടെ കല്യാണമാണ്. അപ്പൊ അതിന്റെ മുഹൂർത്തം കഴിഞ്ഞു. ഉണ്ണുന്ന സമയത്തെങ്കിലും അവിടെ ചെന്നില്ലെന്നുണ്ടെങ്കിൽ എന്റെ ഭാവിയിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു 3 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ പഠിച്ച ശേഷം LKG, UKG, 1, 2, 3, 10ാം ക്ലാസ് വരെ പാസ്സായ ശേഷം ആദ്യമായി നിങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് 10ാം ക്ലാസ്. നമ്മൾ എത്ര വർഷം പഠിച്ചാലും, 3ാമത്തെ വയസ്സ് പഠിച്ചാലും 2ാമത്തെ വയസ്സ് പഠിച്ചാലും 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ മാത്രമേ ഒരു സ്റ്റുഡന്റ്, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഒരു അംഗീകാരം കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് എടുക്കും. അത് 210 ആയാലും 600 മാർക്കായാലും 1000 മറ്റേ ഹയർ സെക്കൻഡറിക്ക് വരുമ്പോഴായിരുന്നു മറ്റേ 600 മാർക്കായാലും കിട്ടുന്നത്. ആ കിട്ടിയ അതിൽ ഉന്നത വിജയം നേടിയ A+ നേടിയ മുഴുവൻ വിഷയങ്ങൾക്ക് A+ നേടിയ ആ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉന്നത വിജയം നേടിയ ആ കുട്ടികളെ, ഈ അരുവാപ്പുഴ പഞ്ചായത്തിലെ ഈ കുട്ടികളെ ആദ്യമേ ഞാൻ അനുമോദിക്കുകയാണ്. അവർക്ക് വേണ്ട പ്രചോദനം നൽകിയ അവരുടെ മാതാപിതാക്കളുണ്ട്, അതുപോലെ രക്ഷകർത്താക്കളുണ്ട്. പണ്ടത്തെ കാലത്ത് ജസ്റ്റ് പാസ്സായ മതിയായിരുന്നു. കാരണം ഒരു വീട്ടിലൊക്കെ 10-12 കുട്ടികളുണ്ട്, ആരും നോക്കാനില്ല. അമ്മയും മോളും ഒരുമിച്ച് പ്രസവിച്ചു കിടക്കുന്നതായിരുന്നു പഴയ കാലത്തെ കൾച്ചർ. പക്ഷെ ഇന്ന് അതൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. അമ്മ അപ്പുറത്തെ കട്ടില്, ഈ അപ്പുറത്ത് എങ്ങനെ കിടക്കുന്ന ഒരു കൾച്ചറൊക്കെ അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ വന്നത്. തീർച്ചയായിട്ടും അന്ന് പഠിക്കേണ്ട എങ്ങനെ പഠിക്കുക, എവിടെയും പോവുക, അല്ലെങ്കിൽ മറ്റേ ചക്കി കുത്തും, 10,000 പേരും അമ്മ വെക്കും, നമ്മൾ തിന്നും എന്നൊക്കെ ഒരു കൾച്ചറായിരുന്നു. ഇന്നതൊക്കെ മാറി. സെൽഫ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ആർക്കാണെങ്കിലും നവജിത്തിനെ പ്രമാണം പഞ്ചായത്ത് പ്രസിഡന്റായെങ്കിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസപരമായ ഉന്നമനവും അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളൊക്കെ കൊണ്ടും അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. അല്ലെ വെറും ഒരു നവജിത്തായെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര സാമൂഹിക പരിഷ്കാരങ്ങൾ പ്രസംഗിച്ചാലും ശരി അത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന് എബിലിറ്റിയുള്ള മറ്റ് പഞ്ചായത്ത് മെമ്പേഴ്സ് അവിടെ കാണുമായിരിക്കും. ആ പഞ്ചായത്തിൽ 19 മെമ്പർമാരുള്ള അദ്ദേഹത്തിന്റെ മുന്നണിക്ക് അല്ലെ അദ്ദേഹത്തിന്റെ കക്ഷികൾക്ക് കിട്ടിയത് അദ്ദേഹം വളരെ ഏബിളായിട്ട് MSc BEd ഒക്കെയുള്ള ഒരു യുവാവാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുപോലെ ഏത് രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു
കഴിവുകൾ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യണം. പക്ഷെ ആ വിദ്യാഭ്യാസ രംഗത്ത് കിട്ടിയ അറിവുകൾ കൊണ്ട് പാഠപുസ്തകത്തിലെ പുസ്തക പൊരുകളായി മാറുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സമൂഹമായിട്ട് ബന്ധമായി ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങളും നിങ്ങളും ഞാനും അനുഭവിക്കുന്ന പല പ്രിവിലേജുകളും നമ്മുടെ എത്രയോ പൂർവികരെ കഷ്ടപ്പെട്ടതിന്റെയും അവരൊക്കെ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ്. എന്റെ കഴിവ് ഇപ്പം തന്നെ ഞാൻ പ്രസംഗിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു അവകാശം കൊണ്ടാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്ന 91 സ്പീച്ച്, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു അവകാശം അതിന് നേടിയ ഡോക്ടർ അംബേദ്കറിനെ പോലുള്ള വലിയ മഹാരഥന്മാർ എത്രയോ അന്ന് ലോകത്തുള്ള മുഴുവൻ ഭരണഘടനയും പഠിച്ചതിന് ശേഷം ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയ ശേഷമാണ് ആ രംഗത്തേക്ക് നമുക്കുണ്ടായത്. അപ്പൊ അത് നമ്മൾ കിട്ടുന്ന ഓരോ അവകാശങ്ങളും ഓരോ അനുഭവങ്ങളും ഇവിടെ തൊടാൻ വന്ന ഒരു വിളക്ക് കത്തിക്കാൻ വന്ന സിജി ശാന്തകുമാർ വളരെ ത്യാഗങ്ങൾ ശ്രമിച്ചാണ് ഈ ക്ഷേത്രങ്ങളും ഇതൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്യുക. കാരണം ഇതിന് തുടക്കം പോലെ എനിക്കറിയാം, എന്നോട് വരുന്ന ഒരാളാണ് ഇതിലേക്ക് പോകുമ്പോൾ ഈ കാവിനെ ഇത്രയും നിലയിലെത്തിക്കുന്ന ശ്രീ സിജി ശാന്തകുമാറിനെയും സലീമിനെയും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആ ഒരു ടീമാണ്, ടീം ഓഫ് മെമ്പേഴ്സ് ആണ് ഇതിനെ വളർത്തിയത്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹമൊക്കെ ജീവിക്കുന്നത്. അല്ല നമ്മുടെ രാവിലെ ഇപ്പൊ നമുക്ക് അച്ചൻകുലാറിന്റെ വെള്ളം എടുക്കാൻ കഴിയുന്നതും ഈ ശുദ്ധമായ ഓക്സിജൻ ശ്വസിക്കാൻ കഴിയുന്നതും ചില നിയമങ്ങളും വ്യവസ്ഥകളും അതിനെ സംരക്ഷിക്കാൻ ചില മണ്ടന്മാർ, എല്ലാ പുരുഷന്മാർക്കും കൂടെ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല. ഒരു എബ്രഹാം ലിങ്കൺ ഒരു പോസ്റ്റിന്റെ കീഴിൽ നിന്ന് വിളക്കിന്റെ കീഴിൽ നിന്ന് പഠിച്ച് ലോകത്തിന്റെ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകാൻ കഴിയുമെങ്കിൽ നമുക്കും അതുപോലെ ആകാൻ കഴിയും എന്നുള്ള ചിന്ത നിങ്ങളെ ഉണ്ടാകും. കാരണം നിങ്ങൾ അപ്പം ചോദിച്ചാൽ പിന്നെ അതോ നമ്മളെ കൊണ്ട് നോക്കും. നമ്മളെ പോലുള്ള ഒരു അമ്മയ്ക്കുണ്ടാകുന്ന ഒരു കൊച്ചു കുഞ്ഞാൽ 10 മാസം കഴിഞ്ഞ് പൂർണ്ണ ഗർഭം കഴിഞ്ഞ് 10 മാസം 9 മാസം 9 ദിവസം കഴിഞ്ഞ ഒരുപോലെ നമ്മളെ പോലെ ഏതെങ്കിലും ഒരു പാശ്ചാത്യ നാട്ടിലാണെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ജനിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് വളർന്ന ഇതുപോലുള്ള സാധനങ്ങൾ എത്തുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല, നമ്മളെ കൊണ്ട് അപ്രാപ്യമായ ഒന്നുമില്ല. പക്ഷെ അത് നേടിയെടുക്കാനുള്ള ത്യാഗങ്ങളും നേടിയെടുക്കാനുള്ള വഴികളും കണ്ടെത്താൻ നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു സപ്പോർട്ട്, അതിനുവേണ്ടിയുള്ള ഒരു എന്താ പറയുന്ന ഒരു അംഗീകാരമാണ് നിങ്ങൾക്ക് നൽകുന്ന ഈ അരുവാപ്പുഴ പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറിയിൽ ഉന്നത വിജയം നേടിയവർക്കും പിന്നെ 10ാം ക്ലാസ് വിജയം നേടിയവർക്കും നമ്മുടെ ക്ഷേത്ര സമിതി നൽകുന്ന ഒരു ഇത്. ആദരവ് ഏറ്റുവാങ്ങുന്ന ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ജീവിതത്തിൽ തന്നെ ഏറ്റവും ധന്യമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ പല രീതികളിലും പലരും അങ്ങനെ പറയാറുണ്ടെങ്കിലും എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഏറ്റവും ധന്യമാർന്ന ഒരു രീതിയാണ്. കാരണം കല്ലേരി ഊരാളി അപ്പൂപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഒരിതില്ല, എല്ലാ ക്ഷേത്രങ്ങളിലെയും ഞാൻ അങ്ങനെ പോകാറില്ല. നമുക്ക് സ്വന്തം എന്ന് തോന്നുന്ന ചില ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് തോന്നി വരാറുണ്ട്. അവിടെ നമുക്ക് എന്തും പറയാം, ആ അപ്പൂപ്പനോട് എന്തും പറയാം, എത്ര നേരം വേണമെങ്കിലും ഏത് സമയത്തും കടന്നു വരാം, എത്ര നേരം വേണമെങ്കിലും നിന്ന് പ്രാർത്ഥിക്കാം. അപ്പൂപ്പന്റെ തിരുസന്നിധിയിൽ നിന്ന് കുമ്പപ്പാട്ടിന്റെ കുലപതിയായ കക്കാത്തോട് ഗോപാലനാശാന്റെ പേരിലുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട്. എന്നെ അതിന് തിരഞ്ഞെടുത്ത ഭരണസമിതിക്ക് നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരു 4-5 വർഷത്തിന് മുമ്പ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. വരുമ്പോ ആശാന് ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുംഭബുദ്ധി പാട്ട് പാടുമ്പോ നമ്മൾ ആ കുംഭബുദ്ധിക്കുള്ള പാട്ട് പാടി അപ്പൂപ്പൻ നിൽക്കുമ്പോ ഞാൻ അതിനുശേഷം അപ്പൂപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ചു. കാരണം എനിക്ക് ഒരുപാട് നാടൻപാട്ട് മേഖലയിലാണ് നിന്നതുകൊണ്ട് കൂടുതൽ പാട്ടുകളുടെ പ്രചാരണമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. പാട്ടുകൾ ശേഖരിക്കുക, പല പല വീടുകളിൽ പോയി പല പല അമ്മമാരോടും അപ്പന്മാരോടും ഒക്കെ കൂടെ അവരുടെ സമയം കണ്ട് അവരുടെ കൂടെ ഇരുന്ന് പാട്ടുകൾ ഒരുപക്ഷെ എഴുതിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഈ പാട്ട് വീട്ടിൽ വന്ന് ആ പാട്ട് അതുപോലെ കൂടുതൽ പാടി കാസറ്റുകളിലേക്ക് ആക്കി ഈ പ്രചരിപ്പിക്കുക ഈ നാടൻപാട്ട്. കാരണം ഒട്ടനവധി കാലമായി മൺമറഞ്ഞുകൊണ്ട് നിന്ന ഒരു വിഭാഗത്തിലുള്ള ജനവിഭാഗം മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാടൻപാട്ട്, അതിനെ ജനകീയ ശ്രദ്ധയെ ആകർഷിക്കുവാൻ വേണ്ടി കേരളത്തിലുള്ള ഒട്ടനവധി പേരുടെ പരിശ്രമ ഫലമുണ്ട്. വെട്ടിയാർ പ്രേംനാഥ് സാർ ഉൾപ്പെടെ, കാവാലൻ രംഭാമ ഉൾപ്പെടെ, മറിയാമ്മ ചെട്ടത്തി ഉൾപ്പെടെ, തിരുവല്ല നിങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനിയിൽ CJ കുട്ടപ്പൻ സാർ ഉൾപ്പെടെ, തിരുവല്ല ഡൈനാമിക് ആക്ഷൻ ഉൾപ്പെടെ, ഞങ്ങളുടെയൊക്കെ ഏറെ പ്രിയപ്പെട്ട PS ഭാഗവതി ചേട്ടൻ ഉൾപ്പെടെ, കലാഭവമണി ചേട്ടൻ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ഒരുപാട് പേരുടെ, ആശാന്റെ ഒക്കെ ഉൾപ്പെടെ, ആശാന്റെയൊക്കെ ഇങ്ങനൊരു പാട്ട് ഇവിടെ ഉണ്ട് എന്ന് പുറം ലോകം അറിയുന്നത് ആശാന്റെ നാവുകളിലൂടെയാണ്. അങ്ങനെ ഇവരുടെയൊക്കെ ഒരു വലിയ പരിശ്രമ ഫലമായാണ് നാടൻ പാട്ടുകൾ, നാട്ടുകളികൾ, നാട്ടുപാട്ടുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ നാടൻ പാട്ട് ഞങ്ങൾ പാടുമ്പോ ഈ ഒരു ഗതിയിൽ നിന്ന് ഇങ്ങനെ ഈ പുരസ്കാരം വാങ്ങിക്കുമ്പോ അതിലേറെ സന്തോഷമുണ്ടാക്കുന്നത് ഈ പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങിയത് ടീച്ചറുടെ സാന്നിധ്യത്തിലാണ്. പരന്നല്ല കാതോലിക്കൽ കോളേജിലേക്ക് ഫിസിക്സ് വിഭാഗത്തിലേക്ക് ഞാൻ പഠിക്കാൻ ചെല്ലുമ്പോ ടീച്ചർ ഞങ്ങൾ കുറെ പേരെ ചേർത്ത് NSSന്റെ യൂണിറ്റുകളിലാണ് ഞങ്ങൾ ഈ പാട്ടുകളൊക്കെ പാടി തുടങ്ങുന്നത്. ചേട്ടനെ ഓർക്കുകയാണ്, സുനിൽ വിശ്വം പന്തളം സുനിൽ വിശ്വം ചേട്ടനെ ഓർക്കുകയാണ്, ഒലിവർ കൃഷ്ണൻകുട്ടി ചേട്ടനെ ഓർക്കുകയാണ്. പിന്നെ ഓർക്കാനുള്ളത് ഞങ്ങൾക്കൊക്കെ വേദനയോടെ കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയ നാടൻപാട്ടിന്റെ കുലപതി എന്ന് പറയുന്ന ശാസ്താംകോട്ട PS ബാലചന്ദ്രൻ ചേട്ടനാണ്. PS ബാലചന്ദ്രൻ ചേട്ടന്റെ സമിതിയിലാണ് ഞങ്ങൾ 10 വർഷമായി പാടിക്കൊണ്ടിരിക്കുന്നത്, പാട്ട് പാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിലൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു അങ്ങനെ ഇവിടെ കടന്നു വരണം. പല സംസ്ഥാനങ്ങളിലും പറയാറുണ്ട്, എനിക്ക് കാവ്യ വരണം, സംസാരിക്കണം, അല്ലെങ്കിൽ പാട്ട് പാടണം, കാവ്യനെ പറ്റി പാട്ടുകൾ പാടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമാണ്. പക്ഷെ നടക്കാതെ പോയി. ചേട്ടനെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്, ആദർശിനെ ഓർക്കുകയാണ്, ഒരുപാട് പേരുടെ കൂട്ടിൽ കൂടെ നിന്ന ഒരുപാട് പേരുടെ പരിശ്രമഫലമായാണ് ഇങ്ങനെ നിൽക്കാൻ സാധിച്ചത്. ഒരു പാട്ട് പാടാം, പാട്ടുകാരെ ഇപ്പൊ സംസാരിച്ച സമയം പാട്ടുകൾക്ക് ഈ മലയാളത്തിന്റെ മണ്ണിലുള്ളത്. മണ്ണു തേടിയ പഴമോ തനം തേടിയോ മാവന്മാരെ, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് ഗുരുത്തോട് തകര എന്നെ പറ്റ മണ്ണേ ഞാൻ മണ്ണു നിന്ന മണ്ണെ എനിക്ക് വേണ്ടി തരം തെടിക്കെട്ടിയോരെന്റെ പല പൂപ്പന്മാരെ. നിനക്ക് തെളിയോ ദേശം തെളിയണോ, ദേശത്താരഞ്ചീശ്വരൻ തെളിയണം, മണ്ണ് തെളിയണം, മായം തെളിയണം, മാനൊരുങ്ങി മാരണം തെളിയണം, മണ്ണു പോലും തെടിക്കെട്ടിയോരെന്റെ പല പൂപ്പന്മാരെ. കുതിച്ചു പടിഞ്ഞാറത്തമേകി വിളിക്കും വിളിപ്പുറമാന്ന് നിലകൊള്ളനേട്ടോ. കേട്ടു പഠിച്ചാണ് എന്റെ അപ്പൂപ്പനൊക്കെ പാടി തരുന്നത്, ചാറ്റും ചൊല്ലിത്തരുന്നതും കേട്ട് പഠിച്ചതാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അപ്പൂപ്പൻ ക്ഷമിക്കണം. നമ്മള് ഈ കാവിനെ സംബന്ധിച്ച് ഒരു പാട്ട് പാടാം. കാരണം കാവെന്ന് പറയുന്നത് ഇത്ര ഇങ്ങനെ നമ്മൾ ധാരാളം മരങ്ങളും ഒക്കെയായി ഇതിന്റെ കാട് അല്ലെങ്കിൽ അതിന്റെ വന്യത ഒട്ടും നശിപ്പിക്കാതെ നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ നിൽക്കുന്നത്. അതാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് തരുന്നത്. ആലും പനയും പാലയും ഇലഞ്ഞിയും ഒക്കെ ചേരുന്നതാണ് നമ്മുടെ ഈ കാവെന്ന് പറയുന്നത്. ആലോടു പന പാലയിലങ്ങി പനച്ചിക്കാവേ അഴകിനോടി വകകളിലേറി വസിക്കും മായേ പിഴകളെല്ലാം പൊറുത്തു കൊണ്ടേ അനുഗ്രഹിക്ക ഭഗവതിയേ. പാടാൻ കാരണം പടയണി കലാകാരനാണ്. ഇലന്തൂർ പടയണി സംഘത്തിലും വലഞ്ചേരി പടയണി സംഘത്തിലും ഒക്കെ പടയണിയുടെ പ്രചാരകനായിട്ടും ഇപ്പോ ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ അവരുടെയൊക്കെ പ്രാർത്ഥന ഫലമായും എന്നോടൊപ്പം കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുടെ ഇതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റിയത്. എല്ലാവർക്കും എന്നെ ഇങ്ങനെ ഒരു ആദരവിന് ഒരുപാട് ചേട്ടൻ പറഞ്ഞ ഒരുപാട് പേര് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഒരുപാട് പേര് ഈ അവാർഡിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷെ അതിൽ എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത് ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ധന്യ മുഹൂർത്തമായി കരുതുന്നു. ഇതിലേക്ക് പങ്കുചേർത്ത എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.